ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയെയും രേവതിയെയും കുറിച്ച് എല്ലാവരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുകയാണ്. അതിനുശേഷം രവി പറയാണ് ചന്ദ്ര പറയാനായിട്ട്. ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇവരെ കുറിച്ചൊന്നും പറയാനില്ല. എന്നാലും ചന്ദ്രേ, നീ എന്തെങ്കിലും പറയണമല്ലോ. എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പൊ നീയും കൂടി ഒന്ന് പറ ചന്ദ്രേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശരി, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു കളഞ്ഞേക്കാം എന്നിങ്ങനെ പറയുമ്പോ ഈ ഈ കുപ്പിക്ക് ചേർന്ന അടപ്പ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഇവർ രണ്ടുപേരും. ചക്കിക്കൊത്ത ചങ്കരൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ ഇവർ കിടന്ന് അഭിനയിക്കുകയാണ്. എപ്പോഴും ഭയങ്കര തല്ലുപിടുത്തം. എന്നിട്ട് കുറെ കഴിയുമ്പോഴേക്കും കൂട്ടുകൂടും. ഇവര് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ രേവതി അവനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ലെന്നൊക്കെയാണ് ഇവരുടെ വിചാരം. രേവതിയുടെ കയ്യിലാണ് ഇവന്റെ ഒരു ചരട്. ഇവള് പറയുന്ന എന്ത് കാര്യവും ഇവൻ കേട്ട് തലയാട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മോശമായ കാര്യങ്ങൾ മുഴുവനും ഈ ചന്ദ്ര അവിടെ പറയുകയാണ്. അതിനുശേഷം പറയാണ്, ഏതായാലും ഇവർ രണ്ടുപേരും കൂടി വഴക്കിടുമെങ്കിലും കുറച്ചും കഴിയുമ്പോഴേക്കും കാന്തം പോലെ കിടന്നൊട്ടും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്കും അതേപോലെ തന്നെ രേവതിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ്, അമ്മേ ഇപ്പൊ ഈ പറഞ്ഞത് അടിപൊളിയാ. ഈ കാന്തം പോലെ ഒട്ടല് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ രവിയും അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ചന്ദ്രേ. നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. ആണോ? നല്ല കാര്യമാണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് മാറ്റി പറയാം. അയ്യോ എന്റെ പൊന്നു ചന്ദ്രേ, നീ അത് കൂടുതൽ മാറ്റി പറയാനായിട്ട് നിൽക്കണ്ട. ദേ ഒന്ന് വെറുതെ വിട് ചന്ദ്രേ എന്നൊക്കെ അങ്ങോട്ട് സംസാരിക്കുകയാണ്. ശരി ശരി, ഇനിയിപ്പോ ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞല്ലോ. സച്ചി, ഇനി നിന്റെ ഊഴമാണ്. സച്ചി പറ, ഇനി രേവതിയെ കുറിച്ച് നീ പറ സച്ചി. സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയണോ? ഞാൻ ഇവളെ കുറിച്ച് പറയണോ അച്ഛാ? ഉറപ്പായിട്ടും നീയും രേവതിയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം. എന്താണ് നിന്റെ മനസ്സിലിരിപ്പെന്ന് ഞങ്ങൾക്കും കൂടി അറിയണ്ടേ സച്ചി? അതുകൊണ്ട് തന്നെ നീ പറ സച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി, ഞാൻ പറയാം രേവതിയെ കുറിച്ച്. എൻ്റെ ജീവിതമില്ലേ, എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ ആരോടും ഒരു സ്നേഹമില്ലാത്തവർക്കെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ അങ്ങനെയല്ല. എന്നെ ആരുടെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അച്ഛമ്മയുടെ കൂടെ ആയിരുന്നപ്പോഴേ ഞാൻ ഭയങ്കര സന്തോഷവനായിരുന്നു, ഭയങ്കര ജോളിയായിരുന്നു ഞാൻ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു. ഇവിടെ കിടക്കുന്ന കസാര, സോഫ സെറ്റ്, മേശ, ഇതേപോലെ സാധനങ്ങൾ കണ്ടില്ലേ? അതേപോലെയായിരുന്നു ഞാനും. എന്നോട് ആരും മിണ്ടാനില്ല, എൻ്റെ കൂടെ കൂട്ടുകൂടാനില്ല, എന്നെ ആരും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ. എനിക്ക് അപ്പോഴും എൻ്റെ സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അച്ഛൻ മാത്രമാണ്. അച്ഛനൊഴികെ ബാക്കി ആരും എന്നോട് മിണ്ടാൻ വരില്ലായിരുന്നു. ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ഞാനിവിടെ ജീവിച്ചത്. നീ ഒരു മനുഷ്യനാടാ, നീ വർത്തമാനം പറയുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് അച്ഛൻ പറയുമ്പോഴാ ഞാൻ ഇതെല്ലാം തിരിച്ചറിയുന്നത്. അങ്ങനെ സച്ചിയുടെ ആ നിസ്സഹായാവസ്ഥ എല്ലാവരും തിരിച്ചറിയുകയാണ്. രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി. നമ്മുടെ അച്ഛമ്മയ്ക്കും അതേപോലെ തന്നെ രവിക്കും ഒക്കെ സങ്കടം തോന്നി. പക്ഷേ എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛനും മനസ്സിലാക്കിയ പോലെ ഇവിടെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ റൂമിൽ ഒരു പെണ്ണ് വന്നു. അത് എൻ്റെ ഈ ചേട്ടൻ സമ്മാനിച്ച എനിക്കുള്ള സമ്മാനം. അതാണ് ഞാനിപ്പോ കരുതുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ആ പെണ്ണ് വന്നപ്പില്ലേ, എൻ്റെ ജീവിതത്തിൽ എന്തൊരു മാറ്റങ്ങൾ സംഭവിച്ചെന്നറിയാവോ? ഇപ്പോ അമ്മ പറഞ്ഞില്ലേ, ഇവള് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ നടക്കുന്നതെന്ന്. ശരിയാ, ഇവള് പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാ. എപ്പോഴും ഞാൻ തല്ലുകൂടെയും വഴക്കൊക്കെ ചെയ്യും. എന്നോട് ആരെങ്കിലും മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാലേ ഞാൻ അവനെ പിടിച്ച് തല്ലും, തല്ലി മലർത്തി അടിക്കും. അതാണ് എൻ്റെ സ്വഭാവം. പക്ഷേ ഞാൻ രേവതിയും ഒരുപാട് വഴക്കിടും. പക്ഷെ എന്നാലും ഞാൻ രേവതിയുടെ മുന്നിലാണ് തോറ്റു നിന്നേക്കണത്. അവളുടെ മുന്നിൽ എനിക്ക് ജയിക്കാനായിട്ട് താല്പര്യമില്ല. അത് മനഃപൂർവ്വം ഞാൻ തോക്കുന്നതാ. കാരണം അവളെന്നെ സ്നേഹം കൊണ്ടാണ് തലോടുന്നത്. ഒരു നോട്ടം കൊണ്ട് പോലും ദേഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്നേഹം മാത്രം. എൻ്റെ
അച്ഛനും എൻ്റെ അച്ഛമ്മയും കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്നേഹിച്ചത് അത് രേവതി തന്നെയാണ്. ഇപ്പൊ ഇവര് 3 പേരുമാണ് എനിക്ക് ഏക സപ്പോർട്ടായിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ രേവതിയെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാ. എൻ്റെ ജീവിതം മാറി മറിയാനുള്ള കാരണവും അതും രേവതി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വഴക്കിടുമെങ്കിലും അതൊക്കെ മറക്കും, പിന്നെ കൂട്ടുകൂടുകയും ചെയ്യും. രേവതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മാറിയത്, അല്ലാതെ അവൾ എന്നെ മാറ്റിയതല്ല, ഞാൻ സ്വയം മാറിയതാണ് എന്നൊക്കെ സച്ചി ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ കുടുകുടാന്നിങ്ങനെ ഒഴുകുകയാണ്. അപ്പോഴേക്കും സച്ചി പറയാ, ശരി ശരി, ഇനി ഞാൻ മതിയാക്കട്ടെ, ഇനി ഞാൻ നിർത്തി, ഇനി രേവതി പറയട്ടെ. രേവതി, നീ പറ, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നീ പറ രേവതി എന്നിങ്ങനെ സച്ചി ഇങ്ങനെ പറയുക. സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി, ശരി എങ്കിൽ പിന്നെ ഞാൻ പറയാം. സച്ചിയേട്ടനെ പോലെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് സച്ചിന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നർത്ഥം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാ, ഇപ്പൊ നിൽക്കുമ്പോ വേറെ സ്വഭാവം, പിന്നീട് നിൽക്കുമ്പോ വേറെ സ്വഭാവം. ആൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ മാത്രമാണ്, കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് കാണാനായിട്ട് ആൾക്ക് കഴിയില്ല. അതാണ് ആളുടെ സ്വഭാവം, പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. അതാണ് എൻ്റെ സച്ചിയേട്ടൻ. പക്ഷേ സച്ചിയേട്ടൻ ഇപ്പോൾ ഒത്തിരി ഒത്തിരി മാറി. സച്ചിയേട്ടൻ്റെ സ്വഭാവം മറ്റുള്ളവരെ കാണുമ്പോൾ എന്തൊന്നില്ലാത്തൊരു ദേഷ്യവും, ആരെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവരോട് ദേഷ്യപ്പെട്ട് അവരെ അടിക്കാൻ പോകുന്ന ആ സ്വഭാവം ഒക്കെ കുറേയൊക്കെ മാറി. പക്ഷേ ഞാൻ സച്ചിയേട്ടനെ കുറിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. സച്ചിയേട്ടൻ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പണ്ട് എല്ലാവരോടും നല്ല ശാന്ത സ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ മാറി? ഞാൻ പല പ്രാവശ്യം സച്ചിയേട്ടനോട് അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സച്ചിയേട്ടൻ അതെന്നോട് പറയാനായിട്ട് തയ്യാറായില്ല എന്ന് രേവതി തുറന്നടിച്ച് പറയാ. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുക. പക്ഷേ ചന്ദ്രയ്ക്കും അതേപോലെ തന്നെ ശ്രുതിക്കും വർഷയ്ക്കും ശ്രീകാന്തിനും ഒന്നും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. തെളിഞ്ഞപ്പോഴേക്കും സച്ചിയും ഞെട്ടിപ്പോവാ. അപ്പോ കൂടെ എന്ന് വെച്ചാൽ സുധിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച്, സച്ചിയേട്ടാ പറയണം, എന്താണ് സച്ചിയുടെ ജീവിതത്തിൽ നടന്നത്? എന്തോ മഹാസംഭവം സച്ചിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാ സച്ചിയേട്ടൻ ഇങ്ങനെ മാറാനുള്ള കാരണം. എന്താണ് സച്ചിയേട്ടാ? എല്ലാരും പറയാറില്ലേ, ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന്. ഭാര്യയും ഭർത്താവും അറിയാത്തൊരു രഹസ്യവും ഉണ്ടാകാൻ പാടില്ലെന്ന് അവർ തമ്മില്. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ എന്നോട് പറഞ്ഞൂടെ? എന്തുകൊണ്ട് ഈ കാര്യം മാത്രം എന്നോട് സച്ചിയേട്ടൻ പറയുന്നില്ല? എന്നോട് പറഞ്ഞൂടെ സച്ചിയേട്ടാ എന്നിങ്ങനെ ചോദിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുധി ഇങ്ങനെ കേക്ക് തിന്നോണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് സുധി ആ കേക്ക് അവിടെ തന്നെ വെക്കുകയാണ്. വെച്ചിട്ട് ആകെ അമ്പരപ്പിലിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇന്നങ്ങനെ വലിയ സത്യം തുറന്ന് പറയോ സച്ചേട്ടാ? പറയണം സച്ചേട്ടാ, സച്ചേട്ടൻ പറ, സച്ചേട്ടൻ്റെ ജീവിതത്തിൽ എന്താ നടന്നത്? അപ്പോൾ അച്ചമ്മയ്ക്കും അതേപോലെ തന്നെ രവിക്കും കൂടി ഭയങ്കരമായിട്ടും പേടി തോന്നുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ, എന്താ രേവതി നീ എന്തൊക്കെയാ പറയുന്നത്? എന്ത് നടന്നു? ഒരു കാര്യം നടന്നിട്ടില്ല. നീ ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നിൽക്കല്ലേ. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നു എന്നാ? എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ല. വർഷേ, ഇതിലെല്ലാത്തിനും കാരണം നീയാണ് ഈ ടോപ്പിക്ക് ഇവിടെ എടുത്തിട്ടത്. ഇത് വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ വായ അടപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സച്ചി. അതിനുശേഷം ഈ എല്ലാവരോടും ചെന്ന് പറയുകയാണ്, ഇനി രേവതിയുടെ അമ്മ രേവതിയെ കുറിച്ച് പറ എന്ന് രവി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്ത് പറയാനാ? രേവതിയെ കുറിച്ച് എനിക്കെന്ത് പറയാനായിട്ട് പറ്റും? ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി തന്നെ രേവതിയെ കുറിച്ച് ധാരാളം പറഞ്ഞു. പക്ഷേ രേവതിയുടെ അമ്മയുടെ നാവിൽ നിന്ന് തന്നെ രേവതിയെ കുറിച്ച് 2 വാക്ക് കേൾക്കട്ടെ. അത് ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് പറയാനായിട്ട് മടിക്കണ്ട. അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മയും ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്ന ആ സമയത്താണ് ദാ വരുന്നടാ ശരത്തിന്റെ കയ്യില് 2 തുണി പാക്കറ്റുകളും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ വരിക. അപ്പോ ശ്രീകാന്ത് ഇത് കണ്ടിട്ട്, ആഹാ, ഇത് നോക്കിയത് ആരാ വന്നിരിക്കുന്നതെന്ന്? ശരത്താണല്ലോ വരുന്നത്. ശരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് കാലും മൂത്തിക്ക് നിൽക്കുകയാണ്. രേവതിയുടെ അമ്മയ്ക്കും അതേപോലെ തന്നെ അനിയത്തിക്കും ആകെയും പേടി തോന്നുകയാണ്. അങ്ങനെ വാ ശരത്തെ എന്ന് രവി ഇങ്ങനെ വിളിക്കുകയാണ്. ഏതായാലും ശരത്തിന് വരാനായിട്ട് തോന്നിയല്ലോ, എനിക്ക് വരാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ
കാരണം എൻ്റെ ചേച്ചിയുടെയും അളിയന്റെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വരാതിരിക്കും? അതുകൊണ്ട് വന്നേ മതിയാവുള്ളെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ വന്നത് എന്നൊക്കെ അവിടെ ഇങ്ങനെ സംസാരിക്കണം. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷനും ഉണ്ട്, സച്ചിക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ മുന്നിൽ വെച്ച് ശരത്തിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ട് പാടില്ലല്ലോ. ഈ ഒരു ഫംഗ്ഷൻ അലങ്കോലാകുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നത്. ഏതായാലും ശരത്തെ വന്നല്ലോ, ഒരുപാട് സന്തോഷം. ഞാനേ എൻ്റെ അളിയനും ചേച്ചിക്കും സമ്മാനങ്ങൾ കൊണ്ടാ വന്നിരിക്കുന്നത്. പിന്നെ അങ്കിളെ, ഞാൻ ഇപ്പൊ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ പഠിക്കാനും പോകാറുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് ഇപ്പം ഞാൻ പണം സമ്പാദിക്കുന്നുണ്ടേ. അതുകൊണ്ട് തന്നെ എൻ്റെ അളിയനും ചേച്ചിക്കും ഡ്രസ്സ് മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അവർക്കുള്ള സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ശരത്ത് നേരെ സച്ചിയുടെയും രേവതിയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ, ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. സച്ചിയേട്ടാ, ഇത് സച്ചിയേട്ടനുള്ള ഷർട്ടും ഇത് ചേച്ചിക്കുള്ള സാരിയുമാണ്. സച്ചിയേട്ടാ മടിക്കണ്ട, മേടിച്ചു സച്ചിയേട്ടാ. പക്ഷേ സച്ചി കണ്ണും തുറപ്പിച്ചിങ്ങനെ നോക്കുകയാണ് നമ്മുടെ ശരത്തിനെ. സച്ചിയേട്ടാ, സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. മടിക്കണ്ടെന്നേ, മേടിക്ക്. പക്ഷെ സച്ചിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ പെട്ടെന്ന് നിൽക്കെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ എടാ ശരത്തെ, നീ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനം കൊണ്ടുവന്നാണല്ലേ, നോക്കട്ടെ ഇങ്ങ് താ എന്നും പറഞ്ഞുകൊണ്ട് 2 കവറും മേടിക്കുകയാണ്. കാരണം നല്ല ഒരു കവർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതി, ഇത് നിന്റെ ഡ്രസ്സാണ് കേട്ടോ, ഇത് പിടിച്ചോ. ഇനി ഇത് എൻ്റെ ഡ്രസ്സ്, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സച്ചി ആ ഒരു ഡ്രസ് പാക്കറ്റൊക്കെ അഴിച്ച് അതിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എടാ നല്ല ഷർട്ടാണല്ലോ, നീ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണല്ലോ മേടിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കുമല്ലേ ശരത്തെ. ഏതായാലും സന്തോഷമായി. ദേച്ചാ, നല്ല ഷർട്ടാണല്ലേ. കൊള്ളാടാ, നല്ല ഷർട്ടാ. പക്ഷേ രേവതിക്ക് പോലും അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ സച്ചി ആണെങ്കിൽ താൻ ഇട്ടേച്ച ഷർട്ട് അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഞാൻ ഈ ഷർട്ട് ഒന്ന് ഇട്ട് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് മേടിച്ചു കൊണ്ടുവന്ന ആ ഷർട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് ഇടുകയാണ്. എൻ്റെ അമ്മ അടിപൊളിയാടാ, എടാ കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ, നീ എൻ്റെ അളവ് വരെ നിനക്കറിയാല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് ആ ഷർട്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്രശംസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം തോന്നി. രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ സന്തോഷം. രേവതി, നീ എന്താ നോക്കി നിൽക്കുന്നത്? ദേ ശരത്തിന് കേക്ക് കൊടുക്കുന്നു. കേക്കിന് ബാക്കിയുണ്ടോ രേവതി? അല്ലെങ്കിൽ സുധി മുഴുവനും തന്നു തീർത്തോ? സുധിയെ കളിയാക്കിയാണ് നമ്മുടെ സച്ചി. ഇല്ല സച്ചിയേട്ടാ, കേക്ക് ബാക്കിയുണ്ട്, എങ്കിൽ പോയി എടുത്തുകൊണ്ട് വാന്നേ. അങ്ങനെ നമ്മുടെ രേവതി ഒരു കേക്ക് കഷ്ണം എടുത്തുകൊണ്ട് വരികയാണ്. എടാ ശരത്തെ, എനിക്ക് ഏതായാലും ഷർട്ട് ഇഷ്ടപ്പെടുത്തേ, കേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കേക്ക് കഴിക്കട്ടെ ശരത്തെ, നീ എന്താ കഴിക്ക്, നല്ല ടേസ്റ്റുള്ള കേക്കാണ്. സുധി കുറേ തിന്നു ഈ കേക്ക്, നീ ഒന്ന് തിന്നോക്കി, എടുക്കടാ എന്ന് പറയാണ്. അങ്ങനെ ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് നമ്മുടെ ശരത്ത് കഴിക്കണം. കടിക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലോ. അയ്യോ, ചുണ്ടത്തൊക്കെ ഇരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് ചുണ്ടത്തിൽ കേക്ക് എല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ശരത്തിനെ ഒരു കെട്ടിപ്പിടുത്തത്തില് നല്ല അമർത്തി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. നമ്മുടെ ശരത്തിനാണെങ്കിൽ ആകെ വേദന സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ സച്ചി അവിടുന്ന് മാറുകയാണ്. ഏതായാലും എൻ്റെ അളിയൻ എനിക്ക് സമ്മാനിച്ച ഷർട്ടല്ലേ, സന്തോഷായി, അടിപൊളിയാടാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുക. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.